എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. വി ക്യാൻ ഹിയർ ഗോഡ്സ് വോയിസ് ടുഡേ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന തിരുവചനം യാക്കോബിൻ്റെ എഴുതിയ ലേഖനം അതിൻ്റെ 1:12. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവൻ യോഗ്യനായെന്ന് തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവ കിരീടം പ്രാപിക്കാം. നമ്മുടെ മുന്നിൽ ഒത്തിരി ചലഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ വരാം. ഈ ചലഞ്ചസിനെ ദൈവം നമ്മുടെ മുന്നിൽ കൊണ്ടുപോയി തരുന്നതാണ്. ഇതിനെ ജയിക്കുവാൻ, ഓവർകം ചെയ്യുവാൻ. ഹല്ലേലൂയ. പലതരത്തിലുള്ള പരീക്ഷണ കാലത്തിൽ കൂടെ നമ്മൾ കടന്നു പോകും. ആ കാലഘട്ടത്തിൽ ദൈവം നിശബ്ദമായിരിക്കും. പലപ്പോഴും ദൈവം നമ്മളോട് സംസാരിക്കത്തില്ല. പലപ്പോഴും ദൈവശബ്ദം കേൾക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും. പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ട അവസ്ഥ തോന്നിയേക്കാം. ആരും നമ്മുടെ കൂടെ ഇല്ലായേക്കാം. പക്ഷെ അവിടെയൊക്കെ ദൈവം നമ്മൾക്ക് ജീവിതത്തിനകത്ത് നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ആ ഒരു പരീക്ഷണ കാലഘട്ടത്തിൽ, ആ ഒരു ടെസ്റ്റിംഗ് പീരീഡിൽ നമ്മളതിനെ ഓവർകം ചെയ്ത് ജയിച്ചാൽ, ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് വിടാതെ നിന്നാൽ, ദാവീദ് ഗോലിയാത്തിനെ ജയിച്ച പോലെ, ഹല്ലേലൂയ, ദാനിയേൽ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതുപോലെ, ഹല്ലേലൂയ, വെള്ളത്തിൽ കൂടെ കിടന്നാലും തീയിൽ കൂടെ കിടന്നാലും ഒരുവനൂടെ നമ്മുടെ കൂടെ ഇറങ്ങി വന്ന് നമ്മളെ കാവൽ ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇന്നുവരെ പ്രയാസപ്പെട്ടിരിക്കുന്ന, ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു സമയം വന്നേക്കാം. അതിനകത്തുനിന്ന് രക്ഷപ്പെടുന്നത് ദൈവത്തിൻ്റെ കൂടെ വസിക്കുവാൻ പഠിക്കണം. ഹല്ലേലൂയ. ആരുമില്ലാതിരിക്കുന്ന സമയത്തും ദൈവത്തെ ആരാധിക്കാനും, ദൈവത്തെ സ്തുതിപ്പാനും, ദൈവത്തിൻ്റെ തിരുവചനം ധ്യാനിക്കാനും, പ്രാർത്ഥിക്കുവാനും, പഠിക്കുവാനും ഒക്കെ ഇടയായിത്തീരണം. ദൈവമേൽപ്പിച്ച നിയോഗങ്ങൾക്കനുസരിച്ച് മുന്നോട്ടോടുവാൻ ദൈവം നമ്മളെ ഇടയാക്കും. ഹല്ലേലൂയ. പലതരത്തിലുള്ള ചലഞ്ചസ്, പലതരത്തിൽ ആളുകൾ നമ്മളെ എതിർത്ത് നിന്നേക്കാം. പലതരത്തിൽ നമുക്ക് പരീക്ഷണ കാലഘട്ടത്തിനകത്ത് പല രീതിയിൽ, പല ഭാവത്തിൽ വന്നു നിന്നിരിക്കാം. പക്ഷെ അതിനകത്തൊക്കെ നമ്മൾ ജയിച്ച് മുന്നോട്ട് ഓടുവാൻ ദൈവം സഹായിക്കും. യോബ്, പഴയ നിയമത്തിലെ ഒരു കാലഘട്ടത്തിലുണ്ടെന്ന് യോബ് എന്തെല്ലാം പരീക്ഷണ കാലഘട്ടത്തിൽ കൂടെ കയറിപ്പോയി. സ്വന്തം ഭാര്യ എതിർത്ത് നിന്നു, കൂട്ടുകാരെതിർത്ത് നിന്നു, ദൈവത്തെ തള്ളിപ്പറയാൻ പറഞ്ഞപ്പോഴും ഒട്ടും ദൈവസന്നിധിയിൽ നിന്ന് മാറി നിൽക്കാതെ ദൈവത്തെ മുറുകെ പറ്റി. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, ആടുമാടുകളും ഉണ്ടായിരുന്ന സമ്പത്തും എല്ലാം സകലതും നഷ്ടപ്പെട്ടിട്ടും കർത്താവിനെ മുറുകെ പറ്റി നിന്ന ഒരു ഭക്തൻ. നമുക്കും അങ്ങനെ ഒന്ന് നിലനിൽക്കുവാൻ ദൈവം സ്തോത്രം, കൃപ നൽകും, ഇട നൽകും. എന്തെല്ലാം പ്രശ്നത്തിൻ്റെ നടുവിലും കർത്താവിനെ മുറുകെ പറ്റി നിലനിൽക്കുവാൻ, കർത്താവിനു കൂടെ ചേർന്ന് നിൽപ്പാൻ എന്നെയും നിങ്ങളെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരുടെ മേലും ഏതെല്ലാം പ്രശ്നത്തിനകത്തും ബുദ്ധിമുട്ടിനകത്തും ഒക്കെ ഇരിക്കുന്നവരെ കർത്താവ് വിടുവിച്ച് വെളിയിൽ കൊണ്ടുവരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരെയും ഈ പരീക്ഷണ കാലത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു ഇൻറ്റമസിക്കകത്തുനിന്ന് മാറാതെ പിടിച്ചു നിൽക്കുവാൻ, ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിലനിൽപ്പാൻ സഹായിക്കണം. പിതാപുത്ര പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.